പാലാ മരിയസദൻ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ റിഹാബിലിറ്റേഷൻ സെൻ്ററാണത്. അവിടെയുള്ള 60ഓളം വരുന്ന അന്തേവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ്. അവരുടെ വോട്ടിംഗ് തടസ്സപ്പെടുത്തണം, അവർ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ പാലാ നിയമസഭാ മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മാണി സി കാപ്പൻ MLA-യുടെ സന്തത സഹചാരിയായിട്ടുള്ള ആളുകളാണ്. നമ്മളൊക്കെ ആ നാട്ടിലാവണമായിരുന്നു. കാപ്പ നീ എന്ത് കോപ്പ ചെയ്യുന്നതെന്ന് ചോദിക്കും കാപ്പനോട്. മാണി സി കാപ്പൻ്റെ വീട് നിൽക്കുന്നത് ഈ വാർഡില്ല. എതിർ സ്ഥാനാർത്ഥി മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ എന്നെപ്പോലെ കടുത്ത ഭ്രാന്തന്മാരായ ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുകയും അതേസമയം മാനസികമായിട്ട് തകരാറില്ലാത്തവരെ ഒന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണം എന്നായിരുന്നു മാണി സി കാപ്പൻ പരാതി കൊടുക്കേണ്ടത്. കാരണം തലയ്ക്ക് വെളിവുള്ള ഒരുത്തരും മാണി സി കാപ്പന് നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. മാങ്ങാണ്ടിയും പറങ്ങാണ്ടിയും ഒക്കെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ ഉള്ളിരിപ്പുണ്ട്. അതോ എടുത്തിട്ട് വോട്ട് കഴിഞ്ഞാൽ ഇയാളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇയാൾ പിന്നെ വയസ്സുകാലത്ത് കൊച്ചുമക്കളെ കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. അതിനുപോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. രാജൻ നമസ്കാരം. നമസ്കാരം. രാജൻ, ജനാധിപത്യത്തിൽ 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വോട്ടവകാശത്തെ ആര് നിഷേധിച്ചാലും അത് പൗരാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പാലാ മരിയസദൻ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ റിഹാബിലിറ്റേഷൻ സെൻ്ററാണത്. അവിടെയുള്ള 60ഓളം വരുന്ന അന്തേവാസികൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇതിൽ പ്രതികരിക്കാനുള്ളത്? അല്ല, അവിടെയുള്ള അന്തേവാസികൾക്ക് വോട്ട് ചെയ്യാൻ അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരാണ്. അവരുടെ വോട്ടിംഗ് തടസ്സപ്പെടുത്തണം, അവർ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ പാലാ നിയമസഭാ മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ മാണി സി കാപ്പൻ MLA-യുടെ സന്തത സഹചാരിയായിട്ടുള്ള ആളുകളാണ്. അവരുടെ പേരുവിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ടുള്ള ജോമോൻ ജോർജ് ഓടയ്ക്കൽ, അതേപോലെ തോമസ് പള്ളിയിൽ എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത്. ഹൈക്കോടതി ആ ഹർജി ഇത് അന്തേവാസികളെ അപമാനിക്കലാണ് എന്ന പരാമർശത്തോടു കൂടിയിട്ട് ആ ഹർജി ചവച്ചുകോട്ടയിലോട്ട് വലിച്ചെറിഞ്ഞു. ഇവരെ പണിഷ് ചെയ്യാതിരുന്നു ഭാഗ്യം. മേലാൽ മാതിരി ഹർജിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിന് പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നു. ഇത്ര രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു. കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തി. അങ്ങനെ അതിനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ കോടതികൾക്ക് ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം ഒരു വശത്ത് ഇവിടെ മാനസികമായി ഭിന്നശേഷിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് എന്ന് പറയുന്ന അതേ കോടതി തന്നെ എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വറിൻ്റെ വോട്ടവകാശം നിഷേധിച്ചു എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പം ഈ പരിഗണന രാഹുൽ ഈശ്വറിന് ബാധകമാക്കാതിരുന്നതിനകത്ത് എനിക്കുള്ള പ്രതിഷേധം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഒന്ന്, ഇവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളവരാണ്. 2, സത്യത്തിൽ മാണി സി കാപ്പൻ്റെ വലങ്കിയായിട്ടുള്ള ജോമോന് ഇവരൊക്കെ കൊടുക്കേണ്ടിയിരുന്ന കേസ് അവർ മാനസിക രോഗികളെന്ന് ഇവരെ പറഞ്ഞേക്കുന്നത്. അത് അധിക്ഷേപിക്കലൂടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കണം, ഡിഫാമേഷൻ കൊടുക്കുക വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ആ സ്ഥാപനം. കാരണം മാനസിക രോഗികളല്ല, അതൊരു പുനരധിവാസ കേന്ദ്രമാണ്. മാനസിക രോഗ ചികിത്സാ കേന്ദ്രമല്ല, അതൊരു മെൻ്റൽ ഹോസ്പിറ്റലല്ല. ഇവർ പറയുന്ന കേട്ടാത്തൊന്നും ഏഷ്യയിലെ ഏറ്റവും വലിയ ഭ്രാന്താശുപത്രിയായിട്ടുള്ള നിംഹാൻസിൽ കിടക്കുന്ന രോഗികൾക്ക്, അതും അവിടെ സെല്ലിൽ അടയ്ക്കപ്പെട്ട രോഗികൾ അവിടെ ഉണ്ടല്ലാതെ ഓപ്പണായിട്ട് തുറന്നു വിടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യനും മാനസിക രോഗികൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ കൗൺസിലിങ്, ചിലർക്ക് മെഡിക്കേഷൻ വേണ്ടി വരും, അപ്പോൾ ചിലർക്ക് സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ മതി, ചിലപ്പോൾ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടി വരും. എല്ലാവർക്കും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലുണ്ടാവും. ലോകത്തിൽ ഒരു ദിവസമെങ്കിലും ആലോചിച്ച് സ്വസ്ഥതയില്ലാതെ ഉറക്കം കിട്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മാനസിക രോഗമാണ് അതൊക്കെ. അപ്പം പക്ഷേ മാണി സി കാപ്പൻ ഇതിനകത്തുള്ള ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാണി സി കാപ്പൻ്റെ ഭാര്യയും ഈ ജോമോനും ഒക്കെ കൂടിയിട്ടാണ് അവരുടെ സ്ഥാനാർത്ഥി. അവരുടെ മാണി സി കാപ്പൻ്റെ ഒരു പാർട്ടിയുണ്ട്, അതിൻ്റെ പേര് KDP. എന്തായിരുന്നാലും അങ്ങനെ ഒരു പാർട്ടിയുണ്ട് എന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയുകയാണ്. കേരളത്തിൽ അങ്ങനെയും ഒരു പാർട്ടിയുണ്ട്, KDP കേട്ടോ. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അങ്ങനെ പാർട്ടിയുണ്ട്, ഇല്ലാത്തവരൊന്ന് എഴുതി വെച്ചേക്കുക കേട്ടോ. പേപ്പറും പേനയൊക്കെ എടുത്ത് മറക്കണ്ട. ഈ KDP എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റ് സംഘടനയായ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ആ വാർഡിൽ മത്സരിക്കുന്നത്. 2, മാണി സി കാപ്പൻ്റെ വീട് നിൽക്കുന്നത് ഈ വാർഡില്ല. എതിർ സ്ഥാനാർത്ഥി മാണി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ്. സ്വന്തം തട്ടകത്തിൽ, സ്വന്തം വാർഡിൽ, മാണി സി കാപ്പൻ്റെ വാർഡിൽ മാണി സി കാപ്പൻ്റെ സ്ഥാനാർത്ഥി, മാണി സി കാപ്പൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഒരു സ്ഥാനാർത്ഥി, മാണി സി കാപ്പൻ്റെ വിശ്വസ്തരും പെട്ടിപിടുത്തക്കാരും എല്ലാവരും കൂടിയിട്ട് മാണി സി കാപ്പൻ്റെ ഭാര്യ ഉൾപ്പെടെ വോട്ട് ചോദിക്കാൻ എല്ലാ വീട്ടിലും കയറിയ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാലുണ്ടാകുന്ന ഒരു നാണക്കേട് നാട്ടിൽ വിലയില്ല എന്ന് വന്നു. അപ്പം മാണി സി കാപ്പൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരാതി കൊടുത്തിട്ടൊരു കുഴപ്പം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പരാതിയിൽ എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ല സാർ എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറിൻ്റെ വക്കീലിനെ പോലെ തന്നെ സാർ പരാതിയിൽ പിഴവ് പറ്റിയതാണ്, എൻ്റെ വക്കീലിന് ബുദ്ധിയില്ലായിരുന്നു, പരാതിയിൽ പിഴവ് പറ്റിയത് ആണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, മറിച്ച് മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ എന്നെപ്പോലെ കടുത്ത ഭ്രാന്തന്മാരായ ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുകയും
അതേസമയം മാനസികമായിട്ട് തകരാറില്ലാത്തവരെ ഒന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യണം എന്നായിരുന്നു മാനസികാപ്പൻ പരാതി കൊടുക്കേണ്ടത്. കാരണം തലയ്ക്ക് വെളിവുള്ള ഒരുത്തരും മാനസികാപ്പന് നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലാകുമ്പോഴേക്കെങ്കിലും മാനസികാപ്പൻ പറയേണ്ടത് മാനസികമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല സ്ഥിരബുദ്ധിയുള്ള ആളുകളെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹർജിയുമായി പോകണം എന്നാണ് എനിക്ക് മാനസികാപ്പനോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം സാമാന്യ ബോധമുള്ള ഒരു കോമൺ സെൻസുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന യുക്തിബോധമുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിലെയും പൊതുജീവിതത്തിലെയും സംശുദ്ധത ഇല്ലായ്മയെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാരും മാനസികാപ്പന് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ അദ്ദേഹത്തിനെതിരായിട്ട് ആര് നിൽക്കുന്നു അവർക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുക്കേണ്ടിയിരുന്ന ഹർജി മാറിപ്പോയതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഉദ്ദേശിച്ചത് ഇതാണ്, ഒരു വികട സരസ്വതി പറ്റിയതാണ് എന്നാണ് എനിക്ക് ഇവർക്ക് തോന്നുന്നത്. ഇത്തരം ഒരു കാര്യം ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിഹാബിലിറ്റേഷൻ സെൻ്ററാണിത്. ഈ റിഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറയുമ്പം അത് സത്യത്തിൽ മനുഷ്യനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരെ എല്ലാം, അതായത് മുഴുവട്ടന്മാരാണ് എന്ന രീതിയിലേക്ക് നാടൻ പ്രയോഗത്തിൽ എന്ന് അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. മാനസികമായി വെല്ലുവിളി നേടുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അയാൾ നേരിടുന്നുണ്ടല്ലോ, അങ്ങേരുടെ മനോനില എന്തുവാ ഉള്ളേ, അത് പരിശോധിക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളെ പെട്ടുപിടിച്ച് നടക്കുന്നവരുടെ മനോനിലയില്ലേ ആദ്യം പരിശോധിക്കേണ്ടത്. ഈ കേസ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ള ഈ ഊളകൾ എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, ഇവന്മാരുടെ മനോനില പരിശോധിക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അന്തേവാസികൾ ഈ സ്ഥാപനത്തിൻ്റെ അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും അവിടെ ഒരു സമർപ്പിത ജീവിതം നയിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങളിലെല്ലാം സഹായിയായിട്ട് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഭാര്യ കണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ കൗൺസിൽ മെമ്പറുമായിരുന്നു. അപ്പോൾ ഈ അന്തേവാസികളെല്ലാം അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ഭീതി കൊണ്ടാണ് ഇങ്ങനെ കേസുമായിട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ അയാൾക്കുള്ള അംഗീകാരമല്ലേ, അയാളുടെ ഭാര്യയ്ക്കുള്ള അംഗീകാരമല്ലേ? കാരണം ആ അന്തേവാസികളെ സാധാരണ പല മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും വളരെ മോശമായ രീതിയിൽ, വേണ്ട പൈസ കൊടുത്ത് നമ്മൾ വീട്ടിൽ നിർത്തുന്ന ഹോം നേഴ്സുമാർ പ്രായമുള്ളവരോട് മോശമായിട്ട് പെരുമാറുന്നു, ഇടിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വീഡിയോകളൊക്കെ നമ്മൾ പുറത്തു വരുന്ന കാലഘട്ടത്തിൽ ഒരു ലാഭേച്ഛയും കൂടാതെ ഇത്തരം കാര്യങ്ങൾക്കകത്ത് സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ആൾക്ക് വോട്ട് ചെയ്യാൻ അവർക്കൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവരെ അത്രയും പൊന്നുപോലെ നമുക്ക് തോന്നുന്നു. അതിനർത്ഥം തീർച്ചയായിട്ടും അവിടെയാണ്. മാനസികാപ്പൻ ഒരു ദിവസം പോവോ? മാനസികാപ്പൻ ഒരാളെ കുളിപ്പിക്കാൻ പോവോ? മാനസികാപ്പൻ ഒരാളുടെ എന്തെങ്കിലും ഇത്തരം കാരണം മാനസികമായി ഭക്ഷണം ചിലപ്പോൾ വായു വെച്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ അവർ കിടക്കുന്നിടത്ത് ചിലപ്പം 1-2 സാധിച്ചെന്ന് വരും, ചിലപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് മാനസികാപ്പം പോവോ? ജീവിതത്തിൽ ഇന്ന് വരെ പോയിട്ടുണ്ടോ? എന്ത് അർഹത അയാൾക്കുള്ള, എന്ത് ധാർമ്മികത അയാൾക്കുള്ള, എന്ത് പൊതുപ്രവർത്തനം അയാൾ നടത്തുന്നത്? എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പെട്ടി തൂക്കക്കാർ, ഇയാളെ പെട്ടി തൂക്കി നടക്കുന്നവന്മാർക്കാണ് അവരെക്കാൾ എത്രയോ ഭേദമാണ്. അതാലോചിച്ച് നോക്കണ്ടേ? ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ ഇപ്പോൾ കൗൺസിലേഴ്സിനെ വെക്കുന്നുണ്ട്. അപ്പോൾ ചൈൽഡ് സൈക്കാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകളും വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ഒരു ചെറിയ ബിഹേവിയർ ഡിസോർഡർ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വടിയെടുത്ത് കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞു, ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ ചെറിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ബിഹേവിയർ തെറാപ്പി കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നു. ഹൈപ്പർ ആക്റ്റീവ്, പണ്ട് ഹൈപ്പർ ആക്റ്റീവ് എന്താണെന്ന് നമുക്കറിയത്തില്ല, ഇപ്പോൾ നമുക്കതറിയാം. ഇപ്പോൾ അതൊക്കെ പാരൻസിനും കൃത്യമായിട്ടുള്ള ബോധമുണ്ട്, സ്കൂളിലെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് ധാരണയുണ്ട്, സ്കൂളുകളിൽ അതിനുള്ള സംവിധാനമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് പ്രാകൃത യുഗത്തിൽ നിൽക്കുന്ന പോലെ ഇവരുടെ വോട്ടവകാശം നിഷേധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നത്. മാത്രമല്ല, മെഡിക്കേഷൻ ആവശ്യമുള്ളതിന് മെഡിക്കേഷൻ വേണ്ടി വരും, ചിലതിന് കൗൺസിലിംഗ് മതിയായിരിക്കും. മാനസിക രോഗമുണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് ഒരാളെ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് നിയമം തന്നെ പറയുന്നത്. അതുമാത്രമല്ല, അയാളെ വോട്ടർ പട്ടികയിൽ പേരുള്ളത് ഇനിയിപ്പോൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞാലും അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നതെന്ന് ഒരു ബൂത്ത് ഓഫീസർക്കും തടയാൻ പറ്റത്തില്ല. ഞാൻ വോട്ട് ചെയ്യണോ വേണ്ടേ എന്ന് മാനസിക രോഗം ഉള്ളവർക്കും ഇല്ലാത്തവരും ഒക്കെ തീരുമാനിക്കുന്ന കാലമാണ്. അതേപോലെ തന്നെ ആരോഗ്യമില്ലാത്ത മനസ്സ് എന്നത്, മാനസിക ആരോഗ്യം എന്നത് അത് മെൻ്റൽ ഹെൽത്ത്, അതായത് അത് മാനസിക രോഗത്തിന് തുല്യമല്ല എന്നാണ് പറയുന്നത്. അത് മെഡിക്കൽ കണ്ടെത്തലല്ല, നിയമപരമായ കണ്ടെത്തലാണ്. അതായത് മാനസികാരോഗ്യ സംരക്ഷണ നിയമം 2017 പിന്നീട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ സെക്ഷൻ 3-5 പറയുന്നത് ഒരു വ്യക്തിയുടെ മാനസിക രോഗം നിർണ്ണയിക്കുന്നത് ഒരു യോഗ്യതയുള്ള കോടതി അയാളെ അപ്രകാരം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ആ വ്യക്തി മാനസിക രോഗം ഇല്ലാത്തവരാണെന്ന് സൂചിപ്പിക്കുകയോ അർത്ഥമാക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഇവർ മാനസിക രോഗികളാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തവർക്കെതിരെ കൗണ്ടർ കേസ് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അതിൻ്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് പൊളോക്ക് ആൻഡ് മുല്ല അവർ രചിച്ചിട്ടുള്ള പുസ്തകത്തിനകത്ത് അതിൻ്റെ 14-ാം പതിപ്പിൽ സൗഖ്യമുള്ള മനസ്സ് എന്നതിനെക്കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നത്, മുമ്പത്തെയോ തുടർന്നുള്ളതോ ആയ മാനസിക വിഭ്രാന്തി വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല, അനുമാനം സ്വഭാവത്തിന് അനുകൂലമാണ് തുടങ്ങിയ വളരെ വിശദമായിട്ട് പോകുന്നത്, അതിലെ ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. അതേപോലെ തന്നെ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്
ഇതുമായിട്ട് സുഖകരം മാനസികാവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ വയലേഷൻ വരുന്ന കോൺട്രാക്റ്റ് ആയിട്ടുള്ള വയലേഷൻ വരുമ്പോഴാണ് ഈ സംഭവം എടുത്ത് ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും ഈ രോഗമുള്ള ആൾ തന്നെയാണ് ഈ യൂസ് ചെയ്യുക. എന്നെ മാനസികമായിട്ടുള്ള പ്രയാസം ഉള്ളതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞിട്ട്, അല്ലാതെ മറ്റോനല്ലത് പറയുക. 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അതിലെ സെക്ഷൻ 12 പറയുന്നത് അയാൾ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും അത് തൻ്റെ താല്പര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് യുക്തിസഹമായ ഒരു വിധിന്യായം രൂപപ്പെടുത്താനും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ, അതായത് ആ സമയത്ത് അയാളിന് ഓക്കെ ആണെങ്കിൽ, അപ്പോൾ ഇവർ വോട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഓക്കെ ആണെങ്കിൽ അവർ ഓക്കെയാ. ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു ഹോണസ്റ്റ്ലി, പ്രഷറും കേൾക്കട്ടെ, ഞാൻ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കടന്നിട്ടുണ്ട്. ഞാൻ പല ആളുകളോടും അവരേതെങ്കിലും രീതിയിലുള്ളൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണുന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഡിപ്രഷൻ, ആളുകൾക്ക് ഡിപ്രഷൻ വരുന്നു, ഡിപ്രഷനിൽ നിന്നാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്. ഇതിനൊക്കെ മറികടക്കാൻ ചിലപ്പോൾ ഉള്ളുറന്നുള്ള സുഹൃത്തുക്കളോടുള്ള നമ്മളെയൊക്കെ പിടിച്ച് ചേർത്തിട്ടുള്ള ഈ മരുന്നിനേക്കാളൊക്കെ അപ്പുറം നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ഉള്ളുറന്നുള്ള സംസാരം, സിബി ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെയുള്ള തുറന്നുള്ള സംസാരങ്ങളിലൂടെയാണ് നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ കൊണ്ടു നടക്കാനും. ചിലപ്പോൾ നമുക്കൊരു ആ സമയത്ത് നമുക്കൊരു ഷോർട്ട് ടെമ്പർ വന്നു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ പേരിൽ മനസ്സിൽ വൈരാഗ്യ ബുദ്ധി വെക്കാതെ പെരുമാറുന്ന, നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറുന്ന ആളുകളുമാണ് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത് കിട്ടിക്കോണമെന്നില്ല. അപ്പം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സംവിധാനമുള്ള കാലത്ത് പ്രാകൃത കാലഘട്ടത്തിലെ പോലെ നികൃഷ്ടമായ ഒരു മനസ്സിന് ഉടമയായതുകൊണ്ടാണ് മാണി സി കാപ്പനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു സംഭവം ചെയ്തത്. അത് സ്വന്തം വാർഡിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ സ്വന്തം നാട്ടിൽ തനിക്ക് വിലയില്ല എന്നുള്ളത് നാട്ടുകാർ മുഴുവൻ അറിയുമല്ലോ. സംസ്ഥാന പാർട്ടി എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുക. രാജാവ്, ഏറ്റവും രസകരമായിട്ടൊരു കാര്യം, ഹൈക്കോടതി ഓൾറെഡി ഈ ഹർജി തള്ളി. ഹൈക്കോടതി ഈ ഹർജി തള്ളിയതിനു ശേഷം ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം ഞാൻ മന്ത്രിയാണ്, നിങ്ങൾക്കറിയാലോ UDF ആണ് അടുത്ത പ്രാവശ്യം വരുന്നത്, നിങ്ങൾ അവിടെ വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കുമെന്ന ഭീഷണി വരെ ചെന്നു എന്നാണ് നമുക്കറിയാൻ. വോട്ട് ചെയ്യാൻ പോകാതിരുന്ന ആളുകൾ ഭീഷണിയാണെന്ന്. അപ്പൊ ഇയാളെ ഗുണ്ടായിസം എന്താണെന്ന് ആലോചിക്കും. മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ നിഷ്കുഭാവം, പിന്നെ അതായത് വലിയൊരു ശരീരവും, പിന്നെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു നിഷ്കുഭാവം എപ്പോഴും. ഇതൊക്കെ കള്ളന്മാരുടെ ലക്ഷണമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ നിഷ്കുഭാവം വെച്ച് നടക്കുന്നവൻ പിന്നെ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ നാട്ടിലാവണമായിരുന്നു. കാപ്പ നീ എന്ത് കോപ്പ ചെയ്യുന്നതെന്ന് ചോദിക്കും കാപ്പനോട്. കാപ്പനല്ല അതിനേക്കാളും വലിയ വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ പറ്റിയൊരു അവസ്ഥയിലേക്ക് അവിടുത്തെ ആളുകൾ പോയി കാണത്തില്ല പലരും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരു വോട്ട് ചെയ്യാൻ പോകണമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ എന്തു വന്നാലും ഇയാളിങ്ങനെ ഞെട്ടിച്ച് ഈ കിട്ടേണ്ട വോട്ട് ഇല്ലാതെ കിട്ടി. അഥവാ ഇയാളെ സ്ഥാനാർത്ഥി ജയിച്ചാൽ തന്നെ ഇത്രയും വോട്ട് ചെയ്യാൻ പോകാതിരുന്നുകൊണ്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ വോട്ട് ചെയ്യിപ്പിക്കായിരുന്നത്. ഇയാളെ മന്ത്രി പോയിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾ MLA ആകാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അയാൾക്കത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മാങ്ങാണ്ടിയും പറങ്ങാണ്ടിയും ഒക്കെ ഇങ്ങനെ ആക്കാൻ പറ്റുന്നുള്ളത് അതിനേക്കാൾ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതോ എടുത്തിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇയാളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇയാൾ പിന്നെ വയസ്സുകാലത്ത് കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. അതിനുപോലും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അതിനുപോലും പറ്റുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് മാണി സി കാപ്പനോടും അവരുടെ ഈ പെട്ടിപിടുത്തക്കാരോടും ഒക്കെ പറയാനുള്ളൂ.